സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പ്. വനിതാ അത്ലറ്റിനെ പ്രായത്തട്ടിപ്പ് നടത്തി മത്സരിപ്പിച്ചു. അണ്ടർ 19 വിഭാഗത്തിൽ മത്സരിച്ച് മെഡൽ നേടിയത് 21 വയസ്സുള്ള അത്ലറ്റാണ്. അനിൽ വാസുദേവ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അനിൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഒരു പ്രായത്തട്ടിപ്പിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് പരാതി പുല്ലൂരാമ്പാറ സ്കൂളിനെതിരെയാണ്. കോഴിക്കോട് പുല്ലൂരാമ്പാറ HS സ്കൂളിലെ അവിടുത്തെ ഒരു കുട്ടി, അതായത് മത്സരിച്ചത് സീനിയർ വിഭാഗത്തിൽ 19 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മത്സരിക്കാൻ സാധിക്കുക. പക്ഷേ അവിടെ നിന്ന് മത്സരിച്ച ഒരു മറുനാടൻ താരമായുള്ള മറ്റൊരു സ്റ്റേറ്റിലുള്ള ഒരു കുട്ടി 21 വയസ്സുണ്ടെന്നാണ് പരാതിപ്പെടുന്നത്. ഈ കുട്ടിക്ക് 100 മീറ്ററിലും 200 മീറ്ററിലും വെള്ളി മെഡലാണ് സ്വന്തമാക്കിയത്. ഈ താരത്തെ അയോഗ്യയാക്കി മെഡൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് 4ാം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത താരങ്ങളാണ് ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇവർ പരാതിക്ക് കാരണമായി അല്ലെങ്കിൽ ഒരു തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഈ കുട്ടിയുടെ പേര് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 2004 അതിന് പ്രകാരം ഈ കുട്ടിക്ക് ഇപ്പോൾ 21 വയസ്സും 5 മാസവും ആയിട്ടുണ്ടെന്നാണ് ഈ സ്കൂളുകളുടെ പരാതി. ആളൂർ സ്കൂൾ അടക്കമുള്ളവയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായി ഈ വിഷയം ഇപ്പോൾ സമാന്തരമായി തന്നെ കായിക മന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കളങ്കം ചാർത്തുന്നതാണ്. കായികമേള ഏറ്റവും നന്നായി പോകുമ്പോൾ അതിന് കളങ്കം ചാർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. കുട്ടികളുടെ മേളയിൽ എങ്ങനെ ഒരു കൗമാര താരം വന്നു, അതിന് സ്കൂളുകൾ കൂട്ടുനിന്നു. അതും ചെറിയ കൂട്ടുനിൽക്കലല്ല, ഒപ്പം തന്നെ വലിയ തരത്തിൽ കൂട്ടുനിന്ന് പോരാതെ ഇവർക്ക് സ്കൂളുകൾ വ്യാജരേഖ അടക്കം ചമച്ചു എന്നുള്ളതടക്കമാണ് ഇവരുടെ പരാതി വന്നിരിക്കുന്നത്. എന്തായാലും പരാതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. കടുത്ത നടപടി ഈ സ്കൂളിനെതിരെ ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച അന്വേഷിച്ച സംഭവം കിട്ടിയാൽ, ഇല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടെങ്കിൽ കടുത്ത നടപടി എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.